അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചിട്ടുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ പരാമർശം ആയുധമാക്കുകയാണ് UDF. MV ഗോവിന്ദൻ ബോധപൂർവം നടത്തിയ വെളിപ്പെടുത്തലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഒരു കാലത്തും RSSുമായി ബന്ധമില്ലെന്നും ചരിത്രത്തെ ചരിത്രമായി കാണാൻ തയ്യാറാകണമെന്നുമാണ് വിവാദത്തിൽ MV ഗോവിന്ദന്റെ വിശദീകരണം. അടിയന്തരാവസ്ഥക്കാലത്ത് RSS അടക്കം എല്ലാവരുമായും കൂട്ടുചേർന്നിട്ടുണ്ടെന്ന ടെലിവിഷൻ അഭിമുഖത്തിലെ MV ഗോവിന്ദന്റെ പരാമർശമാണ് വോട്ടെടുപ്പിന് തലേന്ന് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൽ UDFനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് MV ഗോവിന്ദൻ സ്വയം കുഴികുത്തി വീണത്. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്ന UDF RSS ബന്ധത്തിനെതിരെ രംഗത്ത് വന്നു. അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ആരുമായും തരാതരം പോലെ കൂട്ടിയിട്ടുണ്ടാക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വിമർശനം കടുപ്പിച്ചു. അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകളും മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. വോട്ടെടുപ്പിന് തലേന്ന് MV ഗോവിന്ദൻ നടത്തിയ വിവാദ പ്രതികരണത്തിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്നും UDF ആരോപിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് RSS BJP ബാന്ധവത്തിലായിരുന്നു, പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രതികരണം വിവാദമായതോടെ രാവിലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് MV ഗോവിന്ദൻ പ്രതിരോധത്തിന് ശ്രമിച്ചു. ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം, കാണാനും തയ്യാറാവണം. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് വിവാദമായി നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെ സംസ്ഥാന സെക്രട്ടറി തന്നെ RSS ബന്ധത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണത്തിൽ CPMലും LDFലും കടുത്ത അതൃപ്തിയുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് രാവിലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരണം നൽകാൻ MV ഗോവിന്ദൻ നിർബന്ധിതനായത്. 24 തിരുവനന്തപുരം.